ഹിന്ദുമതത്തിൽ കുറെ അനാചാരങ്ങൾ, കുറെ തമ്പ്രാക്കൾ അവിടങ്ങളിൽ നിന്ന് കൽപ്പിക്കുന്നത് അനുസരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉടുപ്പൂരിട്ട് ക്ഷേത്രത്തിൽ കയറുക എന്നുള്ളതിന് എന്ത് ശാസ്ത്രീയമായ അടിത്തറയാണുള്ളത്? യാതൊരു ശാസ്ത്രീയ അടിത്തറയില്ല. കാരണം ചൈതന്യം കിട്ടുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലുള്ള കയറുന്ന ആളുകൾക്കൊന്നും ഈ ചൈതന്യം വേണ്ടേ? ഇനി സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷട്ടൂരിൽ കയറേണ്ടത് ഭരണശിലാ കേന്ദ്രങ്ങളായ സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും ഒക്കെ അല്ലേ കയറേണ്ടത്? അവിടെ കൂടുതൽ സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളത്. അതുപോലെ തന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ഗുരുവായൂർ. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ അവിടെ അഹിന്ദുക്കൾ കയറരുതെന്ന്? മുസ്ലിം സുഹൃത്തുക്കൾ, ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ, വിശ്വാസികളൊക്കെ കയറണം. അതല്ലേ ക്ഷേത്രങ്ങളിൽ വേണ്ടത്? ഞാൻ പണ്ട് കുറെ കാലം മുമ്പ് ഞാൻ ഗുരുവായൂർ പോയി. അപ്പൊ അവിടെ മുസ്ലിം സുഹൃത്തും ക്രിസ്ത്യൻ സുഹൃത്തും ഒക്കെ കയറി തൊഴുത് ഇറങ്ങി. എത്രയോ കാലമായി. എന്ത് ചൈതന്യമാണ് അവിടെ നശിച്ചത്? എങ്ങനെയാണ് ഇവർ ഈ ചൈതന്യത്തിന്റെ അളവ് കണ്ടെത്തുന്നത്? വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുക. യേശുദാസിനെ പോലൊരു വിശ്വാസി, ഒരു കൃഷ്ണവിശ്വാസി, അവിടുത്തെ ഇപ്പം അത് നിയന്ത്രിക്കുന്ന ആരെങ്കിലും യേശുദാസിന്റെ അത്രയും ഒരു കൃഷ്ണവിശ്വാസി ഉണ്ട്. അദ്ദേഹത്തിന്റെ സൗണ്ട് അവിടെ കേൾക്കാം. പിന്നെ അയ്യപ്പന് ഉറങ്ങാൻ അദ്ദേഹത്തിന്റെ ശബ്ദം വേണം. കൃഷ്ണന്റെ വളരെ പാടി പുകഴ്ത്തുന്ന പാട്ടുകൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വേണം. എന്ന് നശിച്ചു പോകാവുന്ന ശരീരമാണോ വലുത്, അതോ നശിക്കാത്ത ശബ്ദമാണോ വലുത്? ശബ്ദത്തിൽ കയറാനും പിന്നെ നശിച്ചു പോകുന്ന ശരീരം എന്തുകൊണ്ട് കയറിക്കൂടാ? ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ നമ്മളിപ്പോ ഈ പുതുതലമുറയെ ചെറുപ്പക്കാർ ശ്രമിക്കണം. അതിന് ഇപ്പോൾ ഒരു കൂട്ടായ്മ നമുക്ക് സംഘടിപ്പിക്കേണ്ട അനിവാര്യമായിട്ട് വന്നു. ഇത്തരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയമങ്ങൾ, യുക്തിക്ക് നിരക്കാത്ത നിയമങ്ങൾ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം.